സർ, ഇന്നത്തെ എന്റെ കുട്ടി ഗ്രൂപ്പ് ഓഫ് ടേസ്റ്റ് ടെസ്റ്റേഴ്സ് ആണ് കേട്ടോ ഇവര്. അപ്പൊ പോപ്പുലർ ബ്രഞ്ച് ഡിഷ് ആയിട്ടുള്ള ഫ്രഞ്ച് ടോസ്റ്റ് കാസറോൾ ആണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോണേ. ആക്ച്വലി പെൻപെർട്ടോ എന്നുള്ള ഫ്രഞ്ച് ഡിഷിൽ നിന്നാണ് ഇത് ഇൻസ്പയർഡ് ആയി വന്നിട്ടുള്ളത്. അതായത് ലോസ് ബ്രെഡ് പഴകാതിരിക്കാൻ വേണ്ടി ഇവര് പരീക്ഷിച്ച ഒരു ഡിഷ് കൂടി ആയിരുന്നു കേട്ടോ ഇത്. പക്ഷെ അത് അമേരിക്കയിൽ എത്തിയപ്പോ പീപ്പിൾ സ്റ്റാർട്ടഡ് ബേക്കിംഗ് ഇറ്റ് ആസ് എ കാസറോൾ. ഇവിടെ കാസറോൾ എന്ന് പറയുന്നത് ഒരു ഡിഷ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ ഇൻഗ്രീഡിയൻസ് മുഴുവനായി ചേർത്ത് ഒരു 1 ബിഗ് പാനിൽ ബേക്ക് ചെയ്തെടുക്കുന്നതിനാണ് കാസറോൾ എന്ന് പറയുന്നത്. ഈ ഒരു ഡിഷിന്റെ ഫണ്ണി ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊരു മടി കാരണം കൊണ്ട് ബോൺ ഔട്ട് ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ. അതായത് ഒരാള് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് രാവിലെ വന്നപ്പോഴാണ് ഫ്രഞ്ച് ടോസ്റ്റിന് അയാൾക്ക് ഭയങ്കര ക്രേവിങ്സ് ഉണ്ടായത്. ബട്ട് ടു സ്ലീപ്പി ടു കുക്ക് ഈറ്റ് സ്ലൈസ്. അപ്പോഴാണ് അദ്ദേഹം ചിന്തിക്കുന്നത് ഒരു 1 ബിഗ് പാനിൽ ബേക്ക് ചെയ്തെടുത്താൽ എങ്ങനെ ഉണ്ടാവുന്നത്. അങ്ങനെ ഇതൊരു സൂപ്പർ പോപ്പുലർ ബ്രഞ്ച് ഡിഷായി മാറി. എനിക്ക് ഈ ഒരു ഡിഷ് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. ബിക്കോസ് ഇറ്റ്സ് ഈസി. അത് മാത്രമല്ല ഇത് ബേക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സ്മെല്ലുണ്ടല്ലോ, ഇറ്റ് വാസ് അമേസിങ്. അപ്പോൾ നമുക്കിതിന് വേണമെങ്കിൽ ഫ്രഞ്ച് ടോസ്റ്റിന്റെ അപ്ഗ്രേഡഡ് വേർഷൻ എന്നൊക്കെ പറയാം. ആക്ച്വലി റെഗുലർ ഫ്രഞ്ച് ടോസ്റ്റിനേക്കാളും ഇറ്റ്സ് വേ മോർ ഡെലീഷ്യസ്. ആൻഡ് ഇതിന്റെ ബെസ്റ്റ് പാർട്ട് എന്താണെന്നറിയോ? ഇറ്റ്സ് പെർഫെക്റ്റ് ഇഫ് യു ആർ ഗോട്ട് എ ബിഗ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആൻഡ് ദിസ് ഇസ് ടു ഗുഡ്.